ഇപ്പോഴത്തെ വിഷയം വേറൊന്നുമല്ല, ആദിലയ്ക്ക് ഭയങ്കരമായൊരു വിഷമം, ഉള്ളിനകത്ത് എന്തോ ഒരു പ്രയാസം ആദിലയ്ക്ക്, അതുപോലെ നൂറയ്ക്കും. രണ്ടുപേരും അടുത്ത കാർഡ് ഇറക്കാനുള്ള പ്ലാനാണ്. എന്തിനാണെന്ന് മനസ്സിലായി, വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ കളിക്കണ കളിയെന്ന് മനസ്സിലായി. ആദില ഒരു സമയത്ത് അനുമോൾക്കൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ നൂറയേക്കാൾ കൂടുതൽ ആദിലയാണ് കട്ടപ്പ ആദില എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കട്ടപ്പ ആദില അനുമോളോടൊപ്പം നിൽക്കുകയും അതിനുശേഷം അനുമോള് ഒരു കാര്യവും കാണാതെ ഒന്നും ആ കുട്ടി പറയാതെ തന്നെ വേറെ കയ്യിൽ നിന്നിട്ട് കുറച്ചുകൂടെ ഉണ്ടാക്കി കൊണ്ടുവന്ന് മറ്റുള്ളവരെ ചെവിയിൽ, കുന്നംകുളം ആര്യൻ്റെയൊക്കെ ചെവിയിലൊക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവം ഈ പരദൂഷണക്കാരി ശൈത്യര 4-ാം വലത്തായ ആദില ഓരോ കാരണങ്ങൾ പിടിച്ച് അപ്പുറത്തോട്ട് കൊണ്ട് കൊടുക്കുകയും അത് കയ്യിൽ നിന്നിട്ടാണ് പറയണത്. മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും ഈ ആദില അനുമോളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നത്. ഷാനവാസ് ആദിലയുടെ അടുത്ത് നൂറയുടെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. പക്ഷെ ഷാനവാസിന് കളവറിഞ്ഞൂടാ, ഉള്ളതുപോലെയാണ് എന്നുള്ള ഒരു പെങ്ങളെ സ്ഥാനം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ 2 പേരെടുത്ത് ഭയങ്കര സൗഹൃദമായിരുന്നു. അതുപോലെ തന്നെ അനുമോളടുത്തും ഷാനവാസിന് നല്ല കൂട്ടായിരുന്നു. പക്ഷേ ഈ അനുമോളെ കാര്യം ഈ കട്ടപ്പ ആദിലയൊക്കെയാണ് ഷാനവാസിൽ നിന്ന് അനുമോളെ തിരിപ്പിച്ചത്. അനുമോളും ഷാനവാസും നല്ല കൂട്ടായിരുന്നു. അവർ വെളിയിലായിരുന്നാലും അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ ആദില ഒരുത്തി കാരണം അവർ 2 പേരെ സൗഹൃദം തിരിപ്പിക്കുകയും എന്നിട്ട് ആ സ്നേഹം ആദില പിടിച്ചു വാങ്ങിക്കുകയും ആദിലയും നൂറയും പിറകെ നടന്ന് കുശുകുശ പറഞ്ഞ് ആ അനുവിനെ വേറൊരു രീതിക്കാക്കണ രീതിക്ക് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോൾ അവരെ 2 പേരെയും കൂടെ തമ്മിൽ തിരിപ്പിച്ച്. എങ്കിലും അനുമോക്ക് അങ്ങനെയൊന്നുമില്ല, അനുമോള് മിണ്ടയൊക്കെ ചെയ്യും. എന്നിട്ട് അനുമോക്ക് ഈ ഇടയ്ക്ക് മനസ്സിലായി കട്ടപ്പയാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പം കട്ടപ്പ ആദില വെറുതെ അങ്ങോട്ട് കരച്ചിൽ നാടകമൊക്കെ ഇറക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് നെവിൻ്റെ ഒരു കാര്യം ആദില തന്നെ എഴുതിച്ച് നിന്ന് നോമിനേറ്റ് ചെയ്തപ്പോൾ പിന്നെ ഷാനവാസിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്തായിരുന്നു. അപ്പോഴാണ് ഈ നെവിൻ്റെ ആ ഒരു വിഷയം വെളിയിൽ എടുത്തിട്ടത് തന്നെ ആദിലയാണ്. അല്ലെങ്കിൽ അത് ഷാനവാസ് അവിടെ എടുത്തിടുകയൊന്നുമില്ലായിരുന്നു. ആ കട്ടപ്പ ആദില തന്നെയാണ് അത് എടുത്തിട്ടത്. എന്നിട്ടത് ഒരുപാട് വിഷയങ്ങളിലേക്ക് പോവുകയും എന്നിട്ട് അതിന് ശേഷം ഹോട്ടൽ ടാസ്ക് വന്നു. ആ ഹോട്ടൽ ടാസ്ക് വന്നിട്ടും നെവിൻ ഈ ഒരു വിഷയം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് സംഭവം ഉള്ളതാണ്. 2-3 പേരെടുത്ത് ഇങ്ങനെ ആയിരുന്നു. ഷാനവാസിൻ്റെ അടുത്തും ഒരു വേറൊരു രീതിക്കൊക്കെ ഉള്ള അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് അത് ഷാനവാസ് അവിടെ തന്നെ തുറന്ന് പറഞ്ഞ കാര്യമാണ്. അത് മുമ്പ് ആരെടുത്തോ പറഞ്ഞ് അതങ്ങ് കഴിഞ്ഞു പോയി. ഇപ്പം കട്ടപ്പ ആദില അതിനെടുത്ത് രംഗത്തിടുകയും റിയാസ് ഖാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഹോട്ടൽ ടാസ്കിന് വന്നാൽ അവൻ മര്യാദയ്ക്ക് വന്നിട്ട് അവൻ്റെ കാര്യവും കഴിഞ്ഞു പോകണം. അവനെന്തിന് ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിടണം. അപ്പോഴേ ആദിലയ്ക്ക് കുറച്ചുകൂടെ ഒന്നങ്ങ് ധൈര്യം വന്നു. ആദില ഭയങ്കര മോലാളിയുടെ മോളെന്നുള്ള നിലയ്ക്കൊക്കെ അവിടെ കിടന്ന് ഭയങ്കര പോക്കൃത്തരങ്ങൾ അവൾ കിടന്ന് കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളൊന്നും പറയണ്ട. അവളുടെ ടാസ്കിൻ്റെ ഭാഗമായിരിക്കും. എന്നാൽ തന്നെയും ഒത്തിരി ഒന്ന് കടുത്ത കൈയായിപ്പോയി. അതിൻ്റെ ഇടയിൽ ഷാനവാസുമായിട്ട് വൻപിച്ച ഉടക്കായി. ഈ ഒരു വിഷയം തന്നെ പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് ഷാനവാസിനെ ഒറ്റപ്പെടുത്തുകയും ആ ഒറ്റപ്പെടുത്തിയ സമയത്ത് അനുമോളും അനീഷും ജിഷ്ണും കുഴപ്പക്കാരനാണ് കേട്ടോ. ജിഷ്ണും ഉണ്ടായിരുന്നു. എന്നാലും ആ കാര്യത്തിന് ഒത്തു നിന്നായിരുന്നു. ഇവർ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആദില എല്ലാവരെയും ഒറ്റക്കെട്ടായി അടുപ്പിച്ചുകൊണ്ട് അവരൊരു ഗ്രൂപ്പ് പോലെ നിന്നും കൊണ്ട് ഷാനവാസിനെ വെറും പറയാൻ പാടില്ലാത്ത വാക്കുകൾ അത്രയും പറയുകയും ആ പാവപ്പെട്ട മനുഷ്യനൊന്നാമത് സുഖമില്ല, അറ്റാക്ക് വന്ന ഒരാളായിരുന്നു പാവം. എന്നിട്ട് ഇപ്പം ഇന്നലെ വീണ്ടും സുഖമില്ലാതെയൊക്കെ ആയി എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ആക്രമിച്ച് അനുമോളെ ആക്രമിക്കണത് ഭയങ്കരമായിട്ട് നമ്മൾ ആദ്യമേ കണ്ടിട്ടുള്ളതായിരുന്നു. പക്ഷേ അനുമോള് എല്ലാത്തിലും ധൈര്യമായിട്ട് പിടിച്ച് നിന്നു. അങ്ങ് കിടന്ന് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഓരോന്ന് പറയുകയും ലൈവിൽ. അതിനുശേഷം ഷാനവാസിന് സുഖമില്ലാതെയും കണ്ടായി. അതുമാത്രമല്ല ആദില മോലാളിയുടെ മോളെന്നുള്ള അവൾ എല്ലാവരെയും കൊണ്ടും അതുപോലെ തന്നെ റെന എല്ലാവരും കൂടെ ചേർന്ന് ഷാനവാസിനെ അനീഷിനെയും കൊണ്ട് എല്ലാ പണിയും അവിടെ മൊത്തത്തിൽ ഫുള്ള് തൂത്തുമായിരിക്കും. ഫുള്ള് ആ ബിഗ് ബോസ് ഗ്രൗണ്ട് എവിടെയൊക്കെ ഉണ്ട് അവിടെ മൊത്തം ഷാനവാസിനെ കൊണ്ടും അനീഷിനെ കൊണ്ടും തൂത്തുവാരിപ്പിച്ചു. പിന്നെ അതുപോലെ ടോയ്ലറ്റുകളൊക്കെ കഴിയിപ്പിക്കുകയും അവർക്കൊരു ഹരമായി
അങ്ങ് മാറി. ഇത് ഇവരെ കൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യിപ്പിച്ച് സ്റ്റാർ കൊടുക്കണതാ. ഒരു പണിയും ചെയ്യാതെ കിടന്ന ജിസയിൽ അമ്മൂമ്മയ്ക്ക് എന്തരാ ഷൂ എന്നും പറഞ്ഞുകൊണ്ട് എന്തരാ ഒരു പാട്ട് പാടി എന്നും പറഞ്ഞ് എന്തരാണോ എന്തോ കാണിച്ചവളൊരു തോക്കും പിടിച്ചുകൊണ്ട് കിടന്ന അവക്കാണ് ഫുള്ള് ഇത് സ്റ്റാറുകളൊക്കെ കൊടുക്കുകയും ആവശ്യമില്ലാത്തവർക്കാണ് കൊടുക്കുന്നത്. നല്ല ജോലി ചെയ്തവർക്ക് കൊടുക്കുകയൊന്നും ചെയ്തതുമില്ല. അങ്ങനെയൊക്കെ ഇതായി. അങ്ങനെയൊക്കെ ജോലി കഠിന പണി ചെയ്യിപ്പിച്ച് ഷാനവാസിനെ കൊണ്ട്. പിന്നെ ഷാനവാസിന് സുഖമില്ലാതായി, നെഞ്ചുവേദനയോ അങ്ങനെ എങ്ങാണ്ടേക്കെ വന്ന് ഹോസ്പിറ്റലിൽ അങ്ങാണ്ടേക്കെ ആയിരുന്നു. ഇപ്പം മാറി ഇഞ്ഞ് വന്ന് ലൈവിൽ ഇന്ന് രാവിലെ കണ്ടായിരുന്നു. ഷാനവാസ് പിന്നെ അതിനുശേഷം ഇവരുടെ അടുത്ത് അങ്ങനെ അടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവള് പരദൂഷണക്കാരി. പിന്നെ ചെന്ന് കുന്നംകുളം ആര്യൻ്റെ കൂടെയും ജിസൈലിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു ഈ കട്ടപ്പാതില ഓരോന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും. വെറും കൂതറായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ആദിലെന്ന് പറയുന്ന സാധനം. എവളെയൊക്കെ പിടിച്ച് ഇതിനകത്ത് കയറ്റിയിട്ടിരിക്കണം, എവളെയൊക്കെ ഔട്ടാക്കി എടുത്ത് കളയണം. അപ്പം നൂറ് ഇരുന്ന് ഇച്ചിരിയൊക്കെ ഒന്ന് കരയുന്നുണ്ട് കേട്ടോ നമുക്ക്. എന്റെ മനസ്സ് സത്യം പറയുന്നത് കല്ല് പോലെയാണ്. ഞാൻ എത്ര കരയാണ്, എനിക്ക് അത്രക്കും കേട്ടോ എനിക്കറിയാം. എന്നാൽ മാത്രമേ ഞാൻ കരയുള്ളൂ. എനിക്കറിയാം അനാവശ്യമായിട്ട് എന്റെ കണ്ണെന്ന് ഞാൻ വരൂല. അനാവശ്യമായിട്ട് കണ്ണുനീര് വരൂല. നൂറ പറയണത് അനാവശ്യമായിട്ട് കണ്ണുനീര് വരൂല. എനിക്ക് അത്രയ്ക്ക് സങ്കടം, എൻ്റെ സങ്കടം അങ്ങ് പൊട്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് വരുന്നത് സങ്കടം. അപ്പോഴാണ് ആദില അമ്മച്ചി പറയണത് എനിക്കറിയാം. പിന്നെ എന്തേലും കണ്ണിക്കൂടെ കണ്ണീരല്ലാതെ തന്നെ എന്തേലും മൂത്രമോ വരണത്. പൊടി അവിടെ നിന്ന് ഇറങ്ങി. പറഞ്ഞ ശരിയല്ലേ, ഫാമിലിയുടെ കൊണ്ട് വരെ നിൽക്കുകയാണെങ്കിൽ വരാൻ തീയാസനം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോലെ പറഞ്ഞ ശരിയല്ലേ, കറക്റ്റ് അല്ലേ? നമുക്കാരും ഇല്ലല്ലോ വരാനൊന്നും. വീട്ടിൽ നിന്ന് ആരും വരണില്ലെന്നും പറഞ്ഞു. എടീ ദ്രോഹികളെ, നീയൊക്കെ രണ്ടും കൂടെ ഇതേ കണക്കാക്കി എവള് ചെയ്ത ഈ ആദിലായിരുന്നു ഇതിൻ്റെ മെയിൻ ആള്. നൂറയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ആദിലായിരുന്നു. ഈ ആദിലെ നൂറ അങ്ങോട്ട് അടുപ്പിക്കുകയാണ് ചെയ്തത്. അടുപ്പിച്ചതിന് ശേഷം സാധാരണ ഒരു കൂട്ടുകാരെ കണക്കായിരുന്നവർ. ആ വാപ്പായും ഉമ്മായും ഒക്കെ അങ്ങനെ എന്നെ കൊണ്ട് നടന്ന അവർ ഒരു വീട്ടിൽ കഴിയും കണക്കാണ് കഴിഞ്ഞത് ഗൾഫിൽ. എന്നിട്ട് ഈ ആദിലയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരാളായിരുന്നിട്ടുണ്ട്. ഈ ആദിലയാണ് നൂറയെ കൂടെ അടുപ്പിച്ച് ഇപ്പം കരച്ചിൽ നാടകം ഇറക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് ആരും വരാനില്ല, ദിയാസനെങ്ങാനും വരുമായിരിക്കും. ആ തന്ത ഈ നൂറയുടെ വാപ്പ ജയിലിൽ വരായെന്നാണ് പറയണ. ഈ ആദില പിന്നെ ഈ നൂറയങ്ങ് അടിച്ചു മാറ്റി ആ പാവപ്പെട്ടവൻ ജയിലിലൊക്കെ ആയെന്നൊക്കെയാണ് പറയണത്. ആ വീട്ടുകാരെ വേദനിപ്പിച്ചതല്ലേ, എത്രയൊക്കെ ആയാലും അനുഭവിക്കാതെ. ഇത് ചുമ്മാ നാടകം, വോട്ടിന് വേണ്ടിയുള്ള നാടകം. പറയടി പറയാം, എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും പറയാം, ഒരു പ്രശ്നവുമില്ല. കയ്യിരിപ്പം അത്രയ്ക്കാണ്. നിൽക്കാൻ അർഹത ഇല്ല തന്നെ നിനക്കൊക്കെ. നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന പോക്കറിത്തരങ്ങൾ ചില്ലറയല്ല. നുണച്ചി എന്ന് പറഞ്ഞ നുണച്ചി, ഇതുപോലൊരു നുണച്ചിയില്ല. പൈസ എന്റെ സങ്കടം. കഷ്ടപ്പെടുന്നുണ്ട്. അല്ല, അതിന് സങ്കടപ്പെടണ്ടാന്ന്. എന്ത് നേട്ടം ഉണ്ടായാലും അതൊക്കെ നല്ലതിൽ വരുന്നതാ. അല്ലാതെ ആരുടെ സ്വാധീനത്താലെയും ആരുടെയും പൈസ കൊടുത്ത് PR വെച്ചിട്ടോ ഒന്നുമില്ല. മതി PR. പോടി അവിടെ നിന്ന് ഇറങ്ങി. നീയൊക്കെ ഉണ്ട് ഒരു PR ഉണ്ട്. ചുമ്മാ പറ്റൂല. നീയൊക്കെ നിൻ്റെ ഉമ്മായെയും വാപ്പായെയൊക്കെ വേദനിപ്പിച്ച അത്രയ്ക്കാണ് എടുത്തിട്ട് വേദനിപ്പിച്ചത്. കിളിയെ കണക്ക് വളർത്തി വലുതാക്കി ഇത്രത്തോളം ആക്കിയപ്പോൾ എവളെ അടിച്ചോണ്ട് പോയി, അവളെ പെണ്ണെന്നും പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പം നമ്മളാ ലാലേട്ടൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോട്ട്. വീട്ടുകാർക്ക് ഇത്രയും ആക്ഷേപമേറ്റ് അവരതിനപ്പുറം അവർ സഹിച്ച് കിടക്കണേന്ന്. ഇതിൻ്റെ ഈ നൂറേരെ മറ്റേൻ്റെ എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ, ഒരു മാങ്ങയില്ല ഇറങ്ങുന്നവരെ. അത് കേട്ടതിലുണ്ടാവുകയാണെങ്കിൽ അപ്പം നോക്കാം കേട്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ രണ്ടുപേരും സംസാരിച്ചാൽ ഇവർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഉൾവലിഞ്ഞു പോയി എന്ന് പറയും. നമ്മൾ രണ്ടാളും മിണ്ടിയാൽ ഇവർക്കത് പ്രശ്നമാണ്. അപ്പൊ ഇവര് പറയും ജഡ്ജ്മെന്റലായി എന്ന് പറയില്ല. നമ്മൾ രണ്ടാളും മിണ്ടിയില്ലെങ്കിൽ പറയും ആക്റ്റീവ് അല്ല, ഒരാളുടെ ഷെയ്ഡായി എന്ന് പറയും. എന്ത് ചെയ്താലും മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. ഗെയിമാണ് മോളെ അവർക്ക്.
ആ പറയണ നിങ്ങൾക്ക് ഗെയിമല്ല മോളെ, നിങ്ങൾക്ക് ഗെയിമല്ലല്ലേ, നിങ്ങൾ ഈ കാണിക്കണ ഈ കണ്ണീര് നാടകമൊക്കെ ഗെയിമല്ല. ഈ നൂറെ കൊണ്ട് പറഞ്ഞ് ഈ ആദില കുട്ടിക്കാലം ഇങ്ങനെയൊക്കെ ഉള്ള കഥകൾ പറഞ്ഞ സമയത്ത് ആദില നൂറെ കൊണ്ട് ചെയ്യിച്ചെന്തോന്നാണ് പീഡിപ്പിച്ചെന്നും പറഞ്ഞും കൊണ്ട് പറയാൻ പറഞ്ഞ് 2 പ്രാവശ്യം പീഡിപ്പിച്ചു ഗൾഫിലായിരുന്ന സമയത്ത് നോണ ഇത്. എന്നിട്ട് കുറേ വോട്ടിന് വേണ്ടിയിട്ട് അത് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കണം. പിന്നെ കത്തിയും കൊണ്ട് ഒരാളിങ്ങനെ 10 മണി സമയത്ത് പഠിക്കാൻ പോണ 10 മണി സമയത്ത് സ്കൂളിലെ ട്യൂഷനങ്ങണ്ട പോകുമ്പോൾ കത്തി കൊണ്ടുവന്ന് ഇങ്ങനെ കഴുത്തി വെച്ചിട്ട് ബാ പോവാം എന്നും പറഞ്ഞും കൊണ്ട് 3ാമത്തെ കെട്ടിടത്തിൽ വിളിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ച്. 1 പ്രാവശ്യം പീഡിപ്പിച്ച്, 2 പ്രാവശ്യം പീഡിപ്പിച്ചു. നൂറേരെ വീട്ടിലുള്ളവരാരും കണ്ടില്ലോ. ഇങ്ങനെയൊക്കെ കഥ പറയാൻ പറഞ്ഞു കൊടുത്താരാണ് ആദില. 2 ബൊമ്മ എടുത്ത് ബെഡിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ആർക്കും ഒന്നും പറയാനില്ലല്ലേ. ഈ ആദിലേരെ തലയ്ക്ക് 2 ബൊമ്മ ഇരിപ്പുണ്ട്. എന്തേലും ചിട്ടു മുട്ടൂന്ന് എന്തേരെന്നാ പറഞ്ഞ് 2 ബൊമ്മയും കൊണ്ടാണ് നടക്കണം. ഇതൊന്നും ആർക്കും എടുത്ത് കളയാൻ വയ്യ. എന്തോ ഈ ബൊമ്മ എടുത്ത് ആർക്കും കളയാൻ വയ്യ. എടുത്ത് കാട്ടിൻ്റെ ഇടയിൽ എറിയാത്തത് അതിനകത്തുള്ളവന്മാർ എന്തുകൊണ്ട് ആ ബൊമ്മയെ തൊടുന്നില്ല? അല്ലെങ്കിൽ കയറി വരണവന്മാരെന്തുകൊണ്ട് അതെടുത്ത് കളയണില്ല? ഈ ആദിലെ തലയ്ക്ക് വെച്ചാണല്ലോ ഉറങ്ങണത്. ചുൻറ്റു ബിൻറ്റു 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 എന്നും പറഞ്ഞും കൊണ്ട് പറയണില്ല. ഇവളൊക്കെ വീട്ടിലുള്ളവരെ എന്തുമാത്രം വേദനിപ്പിച്ചെന്നറിയാം. എന്തുമാത്രം വേദനിപ്പിച്ചാണ് ഈ നൂറെ ആദില തട്ടിക്കൊണ്ട് പോയത്. അപ്പം എന്തുമാത്രം വിഷമം കാണും. ആ ഉമ്മായും വാപ്പായൊക്കെ അത്രയ്ക്ക് സ്നേഹിച്ചാണ് ആ പെൺകുട്ടിയെ വളർത്തിയത്. എന്നിട്ട് അടിച്ച് മാറ്റി കൊണ്ടുപോയിട്ട് സ്വവർഗരാഗിണിന്നാ എനിക്കറിഞ്ഞൂടെ എന്തേരൊക്കെ പറഞ്ഞും കൊണ്ട് പോയി ജീവിക്കട്ടെ, നല്ലത് തന്നെ. പിന്നെ എന്തിനാണ് അതിൽ ബിഗ് ബോസിൽ പോയി കിടന്നും കൊണ്ട് കരച്ചിൽ നാടകമൊക്കെ എടുത്ത് വോട്ടിന് വേണ്ടിയിട്ടും അവർക്ക് വിജയിക്കാൻ വേണ്ടി വോട്ട് കൊടുക്കരുത്. ആരും വോട്ട് കൊടുക്കുക ഇല്ലാ കഥകളാണ് പറഞ്ഞുകൊണ്ട് നടക്കണം. ചിലർ അംഗീകരിക്കും ഇങ്ങനെയുള്ള കാര്യം, ചിലരൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇതാ വീണ്ടും ബിഗ് ബോസിനകത്ത് അടി നടന്നിട്ടുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. വെജിറ്റേറിയൻ കഴിക്കണവരുണ്ട്, മീൻ ഇറച്ചിയൊക്കെ കഴിക്കണവരുണ്ട്. അപ്പം ഇന്ന് അവിടെ മീൻ കൂട്ടിയുള്ള ഫുഡാണ് ഇന്ന് അവിടെ അനുമോളാണ് ഉണ്ടാക്കണത്. അനുമോളാണല്ലോ കിച്ചണിൽ വേവിക്കണത്. ജിഷിന് മീനൊക്കെ തൊടണ കറണ്ടി അങ്ങനെയൊക്കെ ഉള്ളത് എടുക്കണോണ്ട് ജിഷിന് വേണ്ട. മീനൊക്കെ ആയ പാത്രങ്ങളാണ്, അതുപോലെ സ്പൂണുകൾ അത് ഒക്കെ ഇനി പ്രത്യേകിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം ഉണ്ടാക്കണം. എന്തരൊക്കെയോ പറഞ്ഞും കൊണ്ട് അവിടെ കിടന്ന് വൻപിച്ചടി. ജിഷിന് വേണ്ടെങ്കിൽ തിന്നണ്ട, അതിൽ വേണമെന്നുണ്ടെങ്കിൽ തിന്നണം. ഇല്ലെങ്കിൽ അവൻ ക്യാപ്റ്റൻ അല്ലേ, അവനല്ലേ എങ്ങും തൊടാതെ പോയി ഒരറ്റത്ത് പോയിരിക്കുമല്ലോ. അപ്പം ഇന്ന് അനുമോളെയൊക്കെ പറഞ്ഞിട്ട് അവള് വേവിക്കണം, എനിക്ക് വേണ്ട. പിന്നെ എന്തേരം അവള് അവൾ അന്തസ്സായിട്ട് തന്നെ വേവിക്കണം. ഇനി ജിസൈൽ അമ്മുമ്മേരുടെ അടുത്ത് പറയണം അങ്ങോട്ട് വേവിച്ച് തരാം. അപ്പം കുന്നംകുളം പറയുന്നുണ്ട് ജിസൈലിൻ്റെ അടുത്ത് പറയട്ടാ വേവിച്ചാൽ. അതൊന്നും വേണ്ടെന്ന്, ജിസൈലൊന്നും വേവിക്കണ്ട. അപ്പം ഇവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ മേടിച്ച് എല്ലാം വേവിച്ച് തിന്നണം. അവിടെ ഉണ്ടാക്കണ സാധനങ്ങൾ തിന്നാനും വയ്യ. അങ്ങനെ അതിനെപ്പറ്റി ഒണിയിലൊക്കെ കിച്ചണിനകത്ത് ഇരിക്കണവരാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തോ വെജിറ്റബിൾ പയറ് കറിയാ, പയർ എന്തൊക്കെയോ ചെയ്ത് അനുമോൾ അവിടെ ഉണ്ടാക്കിയൊക്കെ വെക്കുന്നുണ്ട് ഈ ജിഷിന് വേണ്ടിയിട്ട്. ഇപ്പന്മാരെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ, ഇതിനകത്ത് ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ എങ്ങനെയായിരിക്കും അവസ്ഥ? നാളെ ഒരു ലാലേട്ടൻ വരും. ലാലേട്ടൻ വന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഒരു ഉപയോഗവും ഇല്ല. ചുമ്മാ വന്ന് നിന്നിട്ട് ആരടുത്തെങ്കിലുമൊക്കെ നമ്മളെ ജിസൈലമ്മാവീരുടെ അടുത്തൊക്കെ 2 ചിരിയും ചിരിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോവും. അതുപോലെ കുന്നംകുളം ആര്യത്തിന് ഓട്ടമൊന്നുമില്ല. കുന്നംകുളം ആര്യനാണ് ഏറ്റവും ലാസ്റ്റ് എന്നൊക്കെ പറയാനായിട്ട്.